സുഹൃത്തുക്കളെ, അങ്ങനെ ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ വിട്ട് ബി ഗോപാലകൃഷ്ണൻ കുടിവെള്ളത്തിലേക്ക് കടന്നിട്ടുണ്ട്. കണ്ടോക്കി. ഈ ഗുരുവായൂരിൽ കുടിവെള്ളം ഇതാണ് അവസ്ഥ. എന്റെ ഇവിടുത്തെ MLA-മാർക്ക് എന്തു പറയാനുണ്ട്? വി ഡി സതീശൻ എന്തു പറയാനുണ്ട്? പിണറായി വിജയൻ എന്തു പറയാനുണ്ട്? ഗോപാലകൃഷ്ണനെ തെറി പറയുമ്പോൾ ഇതിന് മറുപടി പറയണം. കുടിവെള്ളമില്ല. നമസ്കാരം. ഈ ഗോപാലകൃഷ്ണൻ മതപരമായ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളാണ്. പക്ഷെ ബി ഗോപാലകൃഷ്ണൻ ഇതൊരു വലിയ പ്രശ്നമുള്ളതേ. ഇദ്ദേഹം എപ്പോഴും ഇയാൾ പറഞ്ഞത് ഒരു വർഗീയതയാണ്, ഒരു വർഗീയ വർത്തമാനമാണെന്ന് ഇയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് പൊന്നാനിയായിരുന്നു. എൻ്റെ ഒരു സ്ഥലം പൊന്നാനി എടപ്പൾ ഭാഗത്താണ്. പൊന്നാനിയിൽ കഴിഞ്ഞ തവണ MLA ആയത് നന്ദകുമാർ. പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. നന്ദകുമാർ ഹിന്ദുവാണ്. അതിനു മുമ്പ് അവിടെ MLA ആയത് ശ്രീരാമകൃഷ്ണൻ 2 തവണ. ഈ എന്താ പറയാ, പൊന്നാനി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശ, ഹിന്ദുക്കൾ വളരെ കുറച്ച്, എന്നാൽ ഉള്ളവർ വളരെ ഹാപ്പി ആയിട്ട് സമാധാനപരമായി ജീവിക്കുന്ന സ്ഥലമാണ് പൊന്നാനി. മുസ്ലിങ്ങളുടെ ഒരു ഭൂരിപക്ഷ പ്രദേശമാണ്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അവരുടെ സ്നേഹം മനസ്സിലാക്കൂ എന്നല്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അത് കേട്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാരോട് അതേ പറയുള്ളൂ. എന്തൊക്കെയായാലും പൊന്നാനി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് 2-3 തവണ ഈ അടുത്ത കാലത്ത് നന്ദകുമാർ, അതിനു മുമ്പ് ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളുകളാണ് അവിടെ മത്സരിച്ചത്. ബി ഗോപാലകൃഷ്ണൻ പറയുന്ന യുക്തി വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ പള്ളിയാണ് ഏറ്റവും കൂടുതലുള്ളത്, അല്ലേ? അവിടെ പള്ളിയാണ്, മുസ്ലിം പള്ളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ മുസ്ലിം പള്ളിയാണ് ഏറ്റവും കൂടുതലുള്ളതെങ്കിൽ ആ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ കയറിയിട്ട് 5 നേരവും നിസ്കരിക്കുന്ന ഒരാളെ വേണ്ടേ അവിടെ MLA ആക്കാൻ? വേണ്ട എന്റെ സുഹൃത്തുക്കളെ. അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന പൊന്നാനിക്കാരെങ്കിലും പറയും, പൊന്നാനിക്കാരാ വേണ്ടേ? അപ്പോ ഇദ്ദേഹം പറഞ്ഞ യുക്തി വെച്ചിട്ടാ, എന്റെ യുക്തിയല്ല, ബി ഗോപാലകൃഷ്ണന്റെ സംഖ്യയുക്തിയാണ്. ആ സംഖ്യയുക്തി നോക്കുകയാണെങ്കിൽ എന്താണ്, ഏറ്റവും കൂടുതൽ പള്ളികളുള്ള ആ സ്ഥലത്ത് നന്ദകുമാർ വരാൻ പാടില്ല. അവിടെ എന്താണ്, ഒരു കാരണവശാലും ശ്രീരാമകൃഷ്ണൻ വരാൻ പാടില്ല. ഒരാൾ മാത്രമല്ല, രാമനും കൃഷ്ണനും ഉണ്ട്. ശ്രീരാമകൃഷ്ണൻ വരാൻ പാടില്ല. 2 തവണ 15 വർഷം ഹിന്ദുക്കളാണ് അവിടെ ഭരിച്ചത്. അവിടുത്തെ വല്ല പള്ളിക്കാർക്കും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇയാൾ പറഞ്ഞ വർഗീയത എത്രത്തോളം തീക്ഷ്ണമാണെന്ന്. ഇയാൾ എന്താ പറയുന്നേ? ഹിന്ദുവിന്റെ ഏറ്റവും ഇന്റർനാഷണൽ അമ്പലമുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വേണ്ടത് ഒരു ഹിന്ദു MLA എന്നാണ്. അവിടെ ഒരു അമ്പലം ഉള്ളത് കൊണ്ട് അവിടെ ഹിന്ദു MLA വേണമെന്നാണ് ഇയാളുടെ വാശി. ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ പരിപാടി നിർത്തും. ഭീഷണി. വാക്കാർക്കല്ലോ, നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? ചോദ്യം ചോദിച്ചപ്പോൾ ഉണ്ടായിരിക്കും. സാമാന്യ മര്യാദ കാണിക്കും. പത്രസമ്മേളനം കൊല്ലം കൂടെ ഞാൻ നടത്താമെങ്കിൽ. അപ്പൊ ഈ സംവാദം ഒന്നും വേണ്ട. ഏത് കാര്യത്തിലാ പരാതി പോയിട്ടുള്ളത്? എങ്ങനെയുണ്ട് അത്? ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പത്രപത്രങ്ങളുടെ ഇടപെടുന്നത്? പിന്നെ ഇപ്പൊ ആലോചിച്ചൂടെ? കാര്യങ്ങളിൽ കുറെ കാര്യമുണ്ട് പറഞ്ഞോളൂ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പത്രസമ്മേളനം പോലും സഹിഷ്ണുതയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാത്ത ആൾക്കാരാണ്. ഇനിയിപ്പോ തിരൂര് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ എന്താ ജോയിയോ, കോൺഗ്രസിന്റെ ഏതോ ജോയിയോ മറ്റൊക്കെ മത്സരിക്കും, ക്രിസ്ത്യാനിയാണ്. അവിടെ പള്ളിയിൽ കയറിയിട്ട് 24 മണിക്കൂർ നിസ്കരിക്കുന്ന ഒരാള് മതിയെന്നേ എന്നൊക്കെ ഇയാളുടെ യുക്തി വെച്ച് പറയണ്ടേ? അപ്പോഴാണ് ഇതൊരു തീവ്രവാദ വർത്തമാനമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി സംഗതി വിട്ടിട്ട് ഈ ചങ്ങാതി കുടിവെള്ളത്തിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ടോക്ക്. ഇവിടുത്തെ മുൻ MLA-ക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഇടതും വലതും നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കിണറ്റിൽ നിന്ന് കോരി കുടിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു കിണറ്റിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന വെള്ളമാണത്. ഒരു കിണറ്റിൽ ഗോപാലകൃഷ്ണൻ ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു കിണറ്റിൽ നിന്ന് ഞാൻ കോരിക്കൊടുന്ന വെള്ളം എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ആ വെള്ളം കോരുന്ന ഒരു വീഡിയോ ഉണ്ടോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, ഗുരുവായൂർ ആരെങ്കിലും
അദ്ദേഹം ആ ഒരു വെള്ളം കോരിയിട്ട് ആ കുപ്പിയിൽ നിറയ്ക്കുന്ന വീഡിയോ ആരെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ടോ? ഇനി ഇങ്ങനത്തെ വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ്? നല്ല വേനൽക്കാല, ചില സ്ഥലത്തൊക്കെ വെള്ളം ഒന്ന് വറ്റും. അപ്പൊ ചിലപ്പോൾ കോരിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ വളരെ വിരളമായിട്ട്. അത് ഭീകരമായ രീതിയിൽ അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന അവസ്ഥയൊന്നും കേരളത്തിലില്ല. കാരണം പഞ്ചായത്തുകളൊക്കെ അവർക്ക് കൃത്യമായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സംഗതി ഇവിടെ കിടക്കട്ടെ. ഇദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട് ഒരു കുപ്പി. എവിടെന്ന് ഇതിന് തെളിവുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഇത് എവിടെന്നാ കോരുന്ന തെളിവുണ്ടെങ്കിൽ? അതൊന്നുമില്ല. എവിടുന്നോ ഒരു കുപ്പി ചളിവെള്ളം കൊണ്ടുവന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കലുമാവാം. ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് തെറ്റിദ്ധരിപ്പിക്കലുമാവാം. കാരണം ആ ഒരു ഗുരുവായൂർ പ്രദേശത്തേക്ക് പോവാത്ത, ഗുരുവായൂരിന്റെ പരിസര പ്രദേശത്തുള്ള വീടുകളിലേക്ക് പോവാത്ത, അവിടുത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിക്കാത്ത ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകാം വി ഗോപാലകൃഷ്ണൻ പറയുന്നത് ശരിയാണോ എന്ന്. വീണുപോരുതേ. ഇങ്ങനെ ഈ ക്ഷേത്ര പരിസരത്തെ എല്ലാ കിണറ്റുകളിലെയും സ്ഥിതി ഇതാണ്, മാലിന്യമാണ് എന്ന് മാത്രമല്ല. ഇയാൾക്ക് ക്ഷേത്ര പരിസരമേ പറയാനുള്ളൂ. ഈ ഗുരുവായൂർ എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ എന്ന് പറയുന്നത് ഈ അമ്പലവും അതിന്റെ ചുറ്റുമുള്ള ഒരു 3-4 കിലോമീറ്റർ മാത്രമാണോ ഈ ഗുരുവായൂർ എന്ന് പറയുന്നത്? അല്ല, അത്യാവശ്യം ഒരു പ്രദേശമില്ലേ? അത്യാവശ്യം ഒരു പ്രദേശത്തെ മുഴുവൻ ഗുരുവായൂർ തന്നെയല്ലേ പറയാം. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണേ. അല്ല, ഇദ്ദേഹം ഈ അമ്പലത്തിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടേ. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിലുള്ള ആളുകളെ മാത്രമാണോ നിങ്ങൾ പരിഗണിക്കുള്ളൂ? അല്ല, ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ചിലപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അമ്പലവുമായിട്ട് ജീവിക്കുന്ന ആളുകളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്തത് വെറും ഹിന്ദുക്കൾ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ, ഹിന്ദുക്കൾ മാത്രമേ ഞാൻ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, ആ ഒരു 55% ഹിന്ദുക്കളുണ്ട്, അല്ലെങ്കിൽ 60% ഹിന്ദുക്കളുണ്ട്, അവരെ വോട്ട് എനിക്ക് കിട്ടിയിട്ടാണ് ജയിച്ചേ, എനിക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ കാര്യം മാത്രമാണോ ഇദ്ദേഹം നോക്കുക? അല്ല, അറിയേണ്ടതല്ലേ? ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തില് ബി ജെ പി അല്ല മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാട്ടിലെ ജനങ്ങൾ അല്ല, ശരിയാണ്. മാലിന്യമല്ല, നാടുമായി ബന്ധപ്പെട്ട ഒരു പൊതുവിഷയങ്ങളിൽ നിങ്ങളടക്കമുള്ള ആളുകൾ ഇടപെടാറില്ല. അതിപ്പോ താങ്കളടക്കമുള്ള ആളുകൾ ഇങ്ങനെ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇടപെടാറില്ല. ഇടപെടൂല. പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞിട്ട് കാര്യം അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.